ഇഷ്ടായോ? പറഞ്ഞ് താഴെ വീഴൂട്ടാ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീതു ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വീക്കെൻഡാണ്. വീക്കെൻഡിൽ നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങുക എന്നുള്ളൊരു പ്ലാനല്ല, നമുക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ പുറത്തുനിന്നാണ്. വേറൊന്നുമല്ല, എനിക്ക് കൈക്ക് ചെറിയൊരു, അതായത് ഒരു ഫിംഗറിന് എനിക്ക് നെയിലൊരു ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് പിന്നെ അത് അത്ര ഒരു സുഖമില്ല. അപ്പം അധികം വെള്ളം നനയ്ക്കുന്ന പരിപാടികൾ ഇപ്പോൾ കുറച്ച് ഒഴിവാക്കിയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് ഒരു ദിവസം അവധി കിട്ടുന്ന സമയത്ത് പിന്നെ കുക്കിങ്ങിന് കയറാനായിട്ട് ഇന്ന് തോന്നിയില്ല. എന്നപ്പോൾ പുറത്തു പോകണം, എന്നാൽ പിന്നെ ലഞ്ച് പുറത്തുനിന്നാകാം എന്ന് വിചാരിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനങ്ങനെ ഉണ്ടാക്കും. നമ്മുടെ ഈ വലത് കൈയിൻ്റെ തംബ്നെയിലാണ്, തള്ളവിരലാണ് ഇപ്പം ഇൻഫെക്ഷൻ ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് വലത് കൈ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമല്ലോ, അതിൻ്റെ പേരിൽ കുറച്ച് നനയും. അതുകൊണ്ടാണ് ഇത് മാറാതെ നിന്നത്. പക്ഷേ ഇപ്പം ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞു വരുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ സമയത്ത് ഉള്ളത്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സംഗീത റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ ആണ് കേട്ടോ, വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണിത്. നല്ല ഫുഡാണ്. നമുക്ക് ഏത് ഫുഡ് കഴിച്ചാലും നമുക്ക്, അതായത് ഏത് ഡിഷ് ഓർഡർ ചെയ്താലും നമുക്ക് അങ്ങനെ ഒരു കൊള്ളില്ല എന്നുള്ളൊരു തോന്നൽ എന്തായാലും ഉണ്ടാവില്ല. ആഹാ കൊള്ളാലോ എന്നുള്ളൊരു ഫീല് വരും. വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് അടുത്തുള്ളത് നമുക്കൊരു ഉപകാരമാണ്. വല്ലപ്പോഴൊക്കെ ഇതുപോലെ നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് വെജിറ്റേറിയൻ ആണെങ്കിലും പോയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്യുന്നത്, ഷൈജേട്ടൻ പറഞ്ഞു റവദോശ മതി ഇന്ന്. അപ്പോൾ എനിക്ക് ഇന്ന് റൈസ് എന്തെങ്കിലും കഴിക്കാനാണ് തോന്നുന്നത്. അപ്പം ഞാൻ എപ്പോഴും റൈസ് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ നല്ലൊരു വെജ് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ മിക്കവാറും ഓർഡർ ചെയ്യുന്നത് നമ്മുടെ മഷ്റൂം ബിരിയാണി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. മഷ്റൂം ബിരിയാണി ഈ തമിഴ് സ്റ്റൈലിൽ വയ്ക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ അതിൻ്റെ ഫാനായത് ഒരു പ്രാവശ്യം ഒരു കല്യാണത്തിന്, ഷൈച്ചേട്ടൻ്റെ കൊളീഗിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഉണ്ടാക്കിയ ആ കല്യാണത്തിന് വിളമ്പിയ മഷ്റൂം ബിരിയാണി കഴിച്ചിട്ട് ശരിക്കും ആദ്യമായിട്ടാണ് ഞാനിപ്പം മഷ്റൂം ബിരിയാണി കഴിക്കണേ. അപ്പോൾ അതിൻ്റെ ഫാനായി പോയിട്ടോ. നല്ല റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എല്ലായിടത്തും അതുപോലെ ആവണം എന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ബിരിയാണിയൊക്കെ കഴിച്ചു. പാറുക്കുട്ടിക്കും ഇഷ്ടമാണ്. മഷ്റൂം അങ്ങനെ അവൾ കഴിക്കില്ല, പക്ഷേ ആ റൈസ് നന്നായിട്ട് കഴിക്കും. ആ ഫ്ലേവറൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അത് വെറൈറ്റി റൈസൊക്കെ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അതെനിക്കൊരു ഉപകാരം തോന്നി. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് റൈസ് ഉണ്ടാക്കിയാലും അറിയാണ്ട് കുറേ വെജിറ്റബിൾസൊക്കെ ഉള്ളിച്ചല്ലോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നത് നേരെ ചെറിയൊരു ഷോപ്പിങ്ങിനാട്ടോ. ഗ്രോസറി കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നാൽ ഗ്രോസറി പോയി വാങ്ങിക്കാം, എന്നിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ടേ. അപ്പോൾ ഞാനത് നമ്മൾ ഗ്രോസറി വാങ്ങി ഇറങ്ങുമ്പോൾ പറയാം കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മളിങ്ങനെ വരുമ്പം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഫുഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഒരു ബെല്ലടിക്കാം കേട്ടോ. പാറു ബെല്ലടിക്കണില്ലേ പാറു? മതി മതി മതി. ഇപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ, ആകാശം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ നല്ല ബ്ലൂ കളർ, ഒരു സ്കൈ ബ്ലൂ കളറ്, അത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അത് വീഡിയോയിൽ കാണുമ്പോൾ അത്രയും എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആവില്ല, പക്ഷേ നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു മേഘങ്ങളുടെ വെള്ള ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ക്ലിയർ സ്കൈ ആയിരിക്കുള്ളൂ. അതും ഇങ്ങനെ
എന്താ പറയുക, കണ്ണ് തുറക്കാൻ പറ്റാത്തത്ര വെയിലായിരിക്കുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിലിരുന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഭംഗിയാട്ടോ കാണാനായിട്ട്. ചൂടൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു തെളിഞ്ഞ ഒരു ഇതിൽ കാണുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ. മൂടി കെട്ടിയ അന്തരീക്ഷം വരുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ ആവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു തെളിഞ്ഞ അന്തരീക്ഷം, പക്ഷേ ഇത്തിരി ചൂട് കൂടിപ്പോയി, അത് ശരിയാണ്. എന്നാൽ പോലും നമുക്കിങ്ങനെ നമ്മൾ വണ്ടിയിലിരുന്ന് പോകുമ്പോൾ നമുക്ക് വലിയ ചൂടൊന്നും അടിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ സ്കൈ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് DMart-ലാണ്. അപ്പോൾ DMart-ൽ നിന്ന് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ട് വേണം നമുക്കൊരിടം വരെ പോകാനായിട്ട്. അങ്ങനെ DMart-ൽ കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റും എന്നെനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ആ സാധനം വാങ്ങിച്ച് ഇറങ്ങി. ഇപ്പോൾ ആ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബില്ലിങ്ങിൻ്റെ ആ സെക്ഷനൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ ഉണ്ട്, ചെറിയ 1-2 ബില്ലിങ് സെക്ഷനല്ല, കുറേ നിരന്നുണ്ട്. നമ്മൾ ലുലുവൊക്കെ ഇല്ലേ അതുപോലെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇതുപോലെ പോപ്കോണിൻ്റെ ഒരു കൗണ്ടറുണ്ട്. ഇവിടെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ, ഭയങ്കര റീസണബിൾ റേറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് തന്നെ വലിയൊരു ക്യൂ ഉണ്ട്. ഞങ്ങൾ വാങ്ങിയില്ല. പാറു അത്ര പോപ്കോൺ ഫാൻ അല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഇത്തിരി കൊടുക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ, വയറിനൊക്കെ അത്ര സുഖമാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല, വാങ്ങിക്കാറുമില്ല കേട്ടോ അധികം. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പാറു ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ, പറഞ്ഞിട്ട് നിൽക്കാതെയുള്ള ഓട്ടമായിരുന്നേ. ഈ ഓടി അവൾ പെട്ടെന്ന് ചെറിയൊരു വീഴ്ച വീണു. 2 മുട്ടും ചെറുതായിട്ടൊന്ന് തൊലിയൊക്കെ പോയിട്ടോ. പിന്നെ കരച്ചിലായിരുന്നു കുറച്ച് നേരം. അങ്ങനെ പെട്ടെന്നൊന്നും കരയാത്ത ആളാണ്. എന്തായാലും പെട്ടെന്നുള്ള ആ വീഴ്ചയും ഒക്കെ ആയിട്ട് ആളൊരു സങ്കടത്തിലായിപ്പോയി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് മൂവി കാണാനാണ്. എമ്പുരാൻ കാണാൻ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ തിയേറ്ററിൻ്റെ താഴേന്ന് ഞങ്ങളിതാ ചായ കുടിച്ചിട്ട് നേരെ മൂവി കാണാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലിലാണ് വന്നിരിക്കണേ. കാരണം മോഹൻലാലിൻ്റെ ഒരു മാസ് പടങ്ങളൊക്കെ എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ. മോഹൻലാലിൻ്റെ എൻട്രിയൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷേ നമ്മുടെ തിയേറ്ററിൽ ഒറ്റ മനുഷ്യരും ഒരനക്കം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹൈ ക്ലാസ് ആൾക്കാരായിരുന്നു. ഞങ്ങളങ്ങനെ മൂവി കണ്ടിറങ്ങിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ കട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള ആ സമയത്താട്ടോ ഞങ്ങൾ കാണാൻ പോയത്. അതിനടുത്ത് തന്നെയുള്ള ദിവസമാണ് ഞങ്ങൾ കാണാൻ പോയത്. അപ്പോൾ എന്തായാലും എനിക്ക് നന്നായിട്ട് പടം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഷൈച്ചേട്ടന് വിചാരിച്ചത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, പുള്ളി അങ്ങനെയാണ് പറഞ്ഞത്. എനിക്കെന്തായാലും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്തിരുന്ന് കണ്ടു. പക്ഷേ എനിക്ക് ലൂസിഫറാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഒരു ത്രില്ലുണ്ടല്ലോ, അതെനിക്ക് എന്തായാലും കിട്ടി കേട്ടോ. അങ്ങനെ എമ്പുരാൻ്റെ ഒരു ഇഫക്റ്റോട് കൂടി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചെന്നിട്ടും പ്രത്യേകിച്ച് ഫുഡൊന്നും വീട്ടിലിരിപ്പില്ലാത്തതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വേറൊരു വെജ് റെസ്റ്റോറൻറ്റിലാട്ടോ കയറിയത്. പോണ വഴിക്ക് തന്നെയുള്ള റെസ്റ്റോറൻ്റ് അത്. അപ്പോൾ അവിടെ കയറിയിട്ട് ദോശ കഴിച്ചു. അവിടെ ദോശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാട്ടോ. ഏകദേശം 10:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ അന്ന് കിടന്നുറങ്ങി കേട്ടോ. ഈ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തത് ഞാൻ DMart-ൽ നിന്ന് വാങ്ങിച്ചൊരു സംഭവമാണ് കേട്ടോ. ചെറിയൊരു ഇതുപോലെ സ്റ്റോറേജ് സ്റ്റാൻഡ്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു. 149 രൂപയാട്ടോ. നല്ലൊരു സംഭവമാണ് എനിക്ക് തോന്നി. അപ്പോൾ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ പുതിയ വ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.